ഹായ് ഫ്രണ്ട്സ്, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, പച്ചക്കറികളൊക്കെ ഞാനെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിയലെന്ന് പറഞ്ഞാൽ സാധാരണ അവിയലല്ല, ഒരു സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നോൺ വെജ് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മീൻ അവിയൽ, മീനും കൊണ്ട് മീനും പച്ചക്കറി എല്ലാം കൂടെ കൂട്ടിയൊരു മീൻ അവിയൽ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി അവിയലിന് വേണ്ടിയിട്ട് ചെറിയ മീനായിരിക്കും എടുക്കുന്നത് നല്ലത്. ഞാനിവിടെ ഈ വേളൂരി മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴുകി നല്ലതുപോലെ നാരങ്ങയൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം മീൻ എടുത്തു. പിന്നെ പച്ചക്കറികളിൽ അധികം പച്ചക്കറികളൊന്നും വേണ്ട. ഞാൻ ഒരു മുരിങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ച ഏത്തക്ക ഒരു ചെറുത്, ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, പച്ച മാങ്ങയുടെ ഹാഫ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ മധുരം വന്നിട്ടില്ല. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. പിന്നെ ഇതൊരു 10 ചെറിയ ഉള്ളി, അത് നീളത്തിലിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. ഒരു 6 പച്ചമുളക്, ചെറിയ പച്ചമുളക് 6 നടുവേ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. കുറച്ച് വെളിച്ചെണ്ണ വേണം. നമുക്ക് അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും മീനും എല്ലാം കൂടെ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. മുരിങ്ങക്ക, പച്ച ഏത്തക്കായ, മാങ്ങ, മീൻ, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് തേങ്ങ കുറച്ച് കൂടുതൽ വേണം. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2-3 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ചെടുത്തതാണ്. നല്ലതുപോലെ അരയണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി തേങ്ങ ഒന്ന് ചതഞ്ഞ രൂപത്തിലായാൽ മതി. ഇനി ഈ അരപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പച്ചക്കറികൾ കൊണ്ടൊക്കെ വെക്കുന്ന അവിയൽ പോലെ തന്നെ അതേ രീതിയിലാണ് ഇതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഈ അരപ്പെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. കഷ്ണങ്ങളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അരപ്പിൻ്റെ കൂടെ. ഇനി നമുക്കിതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ അരച്ച ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് ആ ജാറ് കഴുകി ഇത്രയും വെള്ളം നമുക്ക് ഒരു 1-1.25 കപ്പോളം വെള്ളം ഉണ്ടായിരിക്കും. അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അരപ്പെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ഇത് കുക്കായതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവിയലിലേക്കുള്ള അരപ്പും വെളിച്ചെണ്ണയും എല്ലാം ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളും മീനും എല്ലാം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് അവിയൽ കുക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. നമ്മുടെ അവിയൽ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം, മീനൊക്കെ പൊടിയാതെ. കുറച്ചുകൂടെ ഈ വെള്ളം എല്ലാം വറ്റി വരാനുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. നമ്മൾ അവിയൽ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം അവിയലൊക്കെ വെന്തു നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ചെറിയ മീൻ വാങ്ങുമ്പോൾ മീൻ അവിയൽ തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും സിമ്പിൾ റെസിപ്പീസുമായിട്ട് മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് അ ലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ.